മുഴുത്ത കരിമീനുണ്ടേ. വാവ്. അപ്പോൾ നമ്മൾ കരിമീനെ വലിച്ചു ചേർക്കുവാണ്. കരിമീൻ ഓക്കെ. ഇവിടെ ഇങ്ങനെ കളിച്ചെടുക്കാം. എന്തായാലും കിട്ടിയല്ലേ, നമുക്ക് ബക്കറ്റിട്ട് ഇടാം. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വല. ഇത് കണ്ട ഒറ്റ വലയാണ്, 60-ൻ്റെ വലയാണ്, 4 നമ്പർ. തൊട്ടാക്കി കയറിപ്പോവും, പക്ഷേ മീനൊന്നും മിസ്സാവില്ല. ഒരു റൗണ്ടാക്കി എടുക്കണം. ഇതേ മീൻ ഓടിപ്പോണതേ. ഇത് കണ്ട ഓളം കണ്ട, അവിടെ നിന്നൊരു മീൻ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഫിലോപ്പിയൊക്കെ നമ്മൾ കാണുമ്പോഴത്തെ ഓടിക്കളയും. പക്ഷേ ഈ വലയത്തിൻ്റെ, നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വലയത്തിൻ്റെ അകത്താണ് ഫിലോപ്പിന്ന്. ഫിലോപ്പിക്ക് അറിയില്ലല്ലോ. വളരെ നൈസ് വല കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യം അത്. അപ്പോൾ ഞാൻ വലിച്ചോണ്ടിരിക്കുകയാണ്. ഈ വലയിൽ ഉടക്കണോണ്ടാണ് ഞാൻ ഈ പെട്ടിയെടുത്ത് കൈ പിടിച്ചേക്കണം. വെള്ളമായി പുറത്തിട്ടേക്കണേ. വെള്ളം കുറവായ കാരണം അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പുഴയിൽ തന്നെ ഇട്ടേക്കണേ. അതുകൊണ്ടാണ് നമ്മുടെ കെട്ടിൽ നമ്മൾ മീൻ പിടിക്കണം, ഈ നടന്നുകൊണ്ട് പിടിക്കുന്നത്. ഒരു മീൻ ഉടക്കി കിടപ്പുണ്ട് കണ്ട, കരിമീൻ. ഒന്ന് ഇളക്കി നോക്കിയാൽ ഓടുവാന്ന് നോക്കി കണ്ട. കരിമീൻ കുത്തണമെന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൽ കരിമീൻ്റെ കുത്തൽ. ഇവിടെ ഓർത്തിരിക്കണം, ആരും കണ്ടിട്ടില്ലെന്ന് ഓർത്തിരിക്കണം. കരിമീൻ ഇങ്ങനെ കുത്തി കിടക്കണേ വെള്ളത്തിൽ കണ്ട. അതിൻ്റെ ചെളിയിലാണ് അത് കുത്തി കിടക്കണം. ഒന്ന് അനക്കി കൊടുത്തേ, ഒന്ന് അനക്കിക്ക് ഒരു കഴിച്ച്. കേട്ടാ, പുള്ളി ഓർത്തിരിക്കണം നമ്മൾ കാണില്ലെന്ന് ഓർത്തിരിക്കണം. കുത്തിക്കിടന്ന് പാവം. വളരെ സൂക്ഷ്മമായിട്ടാണ് അനക്കാണ്ട് കൊണ്ടുപോകണം വല, അല്ലെങ്കിൽ കരിമീൻ കുത്തിക്കളയും. എല്ലായിടത്തും മീനുണ്ടേ. കേട്ടാ, ഇവിടെ ഉണ്ട് കരിമീൻ. കേട്ടാ, ഇന്നത്തെ കരിമീൻ ഓർഡർ ഉണ്ട്. ഫ്രണ്ട്സ് കഴിച്ചിട്ടുണ്ട്. അന്വേഷണം ഞാനേ ഉടനെ ഓടി വന്നുണ്ട്. അതെ, ഇതിനകത്തായിട്ടല്ല. ഞാൻ ഒരു പിലോപ്പി ഒക്കെ കാണിച്ചാൽ ഓടിവാ. ഉണ്ടോ പിലോപ്പി ഒക്കെ കാണിച്ചാലോ, വാ ഇങ്ങോട്ട് വാ. ഇത് നോക്കിയാൽ ഒളിച്ചിക്കണേ ഉള്ളി. ഇത് കണ്ടാ? ആ കരിമീൻ അനങ്ങല്ലേ. ഇവിടെ മാറി മാറി കളിക്കണേ കേട്ടാ. നോക്കി ഇവിടെ ഇങ്ങനെ കളിച്ചെടുക്കാം. എന്തായാലും കിട്ടിയല്ലേ, നമുക്ക് ബക്കറ്റിട്ട് ഇടാം. ബക്കറ്റല്ല, പാത്രത്തിൽ ഇടാം. അല്ല വേണ്ട, ഇവിടെയൊക്കെ പൊങ്ങിപ്പോവും. അടുത്ത വല കൂടി വലിച്ചു കൂട്ടിയിട്ട് നമുക്ക് എടുത്താൽ പോരെ. അല്ലേ, എടുത്തിട്ടേ ചാടിപ്പോവോ? ചാടിപ്പോവുന്നില്ല. ഞാനിതിലേക്ക് ഇടുവാണ് പിലോപ്പിനെ. ഇല്ലേ ചിലപ്പോൾ വല അടിച്ച് പൊട്ടിച്ച് പോയിക്കളെ. കരിമീനെ പിന്നെ എടുക്കാം. ഇതേ കണ്ട മുഴുത്ത പിലോപ്പി. അത് കഴിച്ചു. ആ പിടിച്ചോ. ഈ റൗണ്ട് കണ്ട, ഈ റൗണ്ടിനകത്ത് നിറയെ മീനാണെന്നാണ്. ഉണ്ടാ കണ്ട, കരിമീനാണ്, ഇറച്ചി കരിമീനാണ്. കണ്ട പെടുക്കണ്ട. അപ്പോൾ നമ്മൾ ഈ വല കൂട്ടുന്നതിന് മുമ്പേ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയട്ടെ, ഇതൊക്കെ ചിലപ്പോൾ വല പൊട്ടിച്ച് പോയി കളയും. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി എടുത്ത് ഇങ്ങനെ റൗണ്ട് അപ്പ് ചെയ്ത് നിർത്താം. അപ്പോൾ ഈ പൊട്ടിപ്പോയ മീൻ മറ്റേ വലയുടെ ഈ വലയുടെ അങ്ങേ അഗ്രത്ത് പോയി കൊടുക്കും. അപ്പോൾ ഞാൻ ആ വല വലിച്ചിട്ട് വരാം. ആ കെട്ടഴിച്ച് എന്തേ വല വലിച്ചിട്ട് വരികയാണ്. ഒരു റൗണ്ടും കൂടി ഇതിൻ്റെ ഇപ്പുറം കൂടി ക്രോസ് ചെയ്തിട്ടാലേ പൊട്ടിച്ച് പോണ മീനെ നമുക്ക് കിട്ടും. ലാസ്റ്റ് എല്ലാ മീനും ഈ 3 റൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. വലിച്ചു കൂട്ടുവാണ്. അപ്പം നമ്മുടെ വല ഏകദേശമൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കരിമീനുകൾ ഇങ്ങനെ പിടച്ച് നമ്മളെ വല്ലാതെ അങ്ങ് ഇൻട്രസ്റ്റ് കൊള്ളിക്കുകയാണ്. നമ്മൾ വല ഇപ്പോൾ വളച്ച് കൂട്ടി ഏതാണ്ട് ഒരു അവിയൽ പരുവത്തിലായി വല. ഒന്ന് കാണിച്ചു കൊടുത്ത വല കിടക്കണത്. അതിനകത്തൊക്കെ മീനാണ്. അപ്പോൾ ഇങ്ങനെ ആയാലേ വല്ലതും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ആക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നടുക്കത്തെ കളി കൂട്ടുവാണ് കേട്ടോ. കണ്ടാ, ഇത് കണ്ട മീൻ. നടുക്കത്തെ കളി നിറച്ച് മീനാണ്. ഏറ്റവും അവസാനം വന്ന് കൂടിയ സ്ഥലം കൊണ്ടേ നടുക്കത്തെ കളി ഇത് നിറച്ച് മീനാണ്. കണ്ടാ കണ്ടാ കണ്ടാ. അപ്പോൾ നമ്മളത് ഞാനിതിൻ്റെ അകത്ത് നടുക്കൊന്ന് കയറി നോക്കട്ടെ, വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ.
ഇതേപ്പോൾ ഞാൻ ഇതിലിറങ്ങി ഒന്ന് തപ്പി നോക്കുവാണ്. അപ്പോൾ അതേ മീനിൻ്റെ ചാട്ടം കണ്ട, അതെ ഇതിനകത്ത് വന്ന് കീറിയേക്കുന്ന മീനുകളാണ് ഇതൊക്കെ. കണ്ട ഓടിയില്ലേ, കണ്ട കണ്ട വലയുടെ അകത്തേക്ക് പോവുകയാണ്. കണ്ടാ മീനും വലയുടെ അകത്തേക്ക് കയറുന്നുണ്ട്. കണ്ടാ. അപ്പോൾ ഞാൻ ഒറ്റെണ്ണം കുത്തിയിട്ടില്ല, നമുക്ക് ഇനി വെള്ളം കുറവായതുകൊണ്ടേ കുത്തില്ല. ഒരു ഹെലികോപ്റ്റർ വേണ്ട, അതാ ശബ്ദം കേൾക്കണം. ആ അതെ അതെ, കയറ് വല പോയി കയറ്. ഞാൻ എല്ലാം കുത്തിയിരിപ്പുണ്ടാന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ അപ്പോൾ ഇതൊന്ന് വലിച്ചു ചേർക്കട്ടെ. അപ്പോൾ നമ്മൾ കരിമീനെ വലിച്ചു ചേർക്കുവാണ്. അതേ കരിമീൻ കണ്ട, മൊത്തം കരിമീൻ നമ്മൾ വലിച്ചു ചേർത്തോണ്ടിരിക്കുവാണ്. വലയിൽ മീനിങ്ങനെ ഉടക്കി കിടക്കുവാണ്. ഞാനിപ്പോൾ വല എന്നുള്ള മീൻ ഊരിയെടുക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഓരോ മീൻ വെച്ച് ഒന്നും എടുക്കണ്ട. ആ റെഡി. നമ്മൾ എടുത്തെടുത്ത് കട്ടി ഒരു മുഴുത്ത കരിമീനുണ്ടേ. എനിക്ക് വാവ് വാവ് വാവ്, അടിപൊളി അടിപൊളി. വാ 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 മക്കൾ വാ. നല്ല മുഴുത്ത കരിമീനാണ്. സൈസ് കരിമീൻ എന്നൊക്കെ പറയില്ലേ, പാളക്കരിമീൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. പാള ഒന്ന് ഊരിയെടുക്കട്ടെ ഏട്ടാ. എവിടെ കൂടി അതെ ഇവിടെ കൂടിയാ കുടുങ്ങിക്കണണ്ട. ഇത് പാളക്കരിമീനാണിത്. കൈ കളയാൻ വന്നവനാണാ. പാള കണ്ട. കരിമീൻ തന്നെ. ഇസ്കോലേ എടുക്കാനും പാടാണല്ലോ മീൻ. ഇന്ന് വേഗം എടുക്കുകയും ചെയ്യാൻ മീൻ കിട്ടുന്നുണ്ടല്ലേ. ഇത് ഉടക്കണുണ്ടോ ശരിക്കും? അതിൽ ഉടക്കൊരു വക ഉടക്ക, പക്ഷേ മീനുണ്ട് ഊരിപ്പോണുണ്ട് ഇടച്ച്. അതവിടെ ഉണ്ട്. എവിടെ പോനാ? അതെ എല്ലാത്തിനും ഇട്ട് തീരാറായി. അതെ സരിതാമ്മ ഇത് കൊണ്ട് വെക്കുവോ കരയിലേക്ക്? അപ്പോൾ വലൊന്ന് കഴുകാൻ വേണ്ടിയിട്ടാട്ടെ ഇത് കാണിച്ചെന്നുള്ളു വീശുന്നതായിട്ട്. ഇവിടെ തൂമ്പിലേ ഷട്ടർ തുറന്നേക്കോ, അതാ ഭയങ്കര ശബ്ദം വെള്ളം വീണം. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാതെ. ഇതെന്താ കാണിച്ചേ, ഇതെന്താ? ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ.
അപ്പോൾ അധികം നേരം എടുത്ത് പുറത്ത് വെച്ചാലേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചത്തുപോകും. ഇപ്പോൾ 2-3 പേര് ചോദിച്ചിട്ടുണ്ട് മീനിനെ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടാണ്, പൈസക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ആ വീശോരെ മീനെ വീശി പിടിച്ച അതുകൊണ്ട് ഒന്ന് പിടക്കണ്ടായിരുന്നു. കണ്ടാ എൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് തന്നെ ഇടാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജീവലാൽ വ്ളോഗ്സിൻ്റെ ഗുഡ് ബൈ.